കാണുന്ന വസതി അതാണ് ഇവിടുത്തെ വനംവകുപ്പിന്റെ വാച്ചർമാരടക്കം പറയുന്ന അനുസരിച്ച് ആദ്യ വീട്. ആ വീടിനുള്ളിലേക്ക് കയറുക എന്നുള്ളതാണ് ഏറ്റവും ദുഷ്കരമായ, ഏറ്റവും നിർണായകമായ ദൃശ്യമാണ് ന്യൂസ് മലയാളം ഇപ്പോൾ പുറത്തുവിടുന്നത്. ആ ഒരു പ്രഭവ കേന്ദ്രത്തിലെ ആദ്യ വീട്, അതായത് മണ്ണ് ഒലിച്ചു വന്ന, മലയൊലിച്ചു വന്ന ആദ്യ വീട്, അവിടെ ഉണ്ടായിരുന്ന ആദ്യ വീട്ടിൽ അത് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ആ വീട് അവിടെ ഉണ്ടോ, അങ്ങനെ ഒരു വീടുണ്ടായിരുന്നോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിൽ പൂർണ്ണമായും തകർന്ന ആ വീടിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തെത്തിക്കുന്നത്. അതീവ നിർണായക ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളം പുറത്തെത്തിക്കുന്നത്. ആസിഫ്, ആ വീടിനുള്ളിൽ കയറി സൈന്യം തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണോ? എന്താണ് അവിടെ നിന്നും ഉള്ള ആ ഒരു കാഴ്ച ഒന്ന് വിവരിക്കാമോ? അവശേഷിക്കുന്ന ഒരു ആഴ്ച വീടാണ്. ആഴ്ച കാണുന്ന ആൾക്കല്ല ഇതിന്റെ അപ്പേറുണ്ട്. അത് പൊളിയാത്ത വീടാണ്. അവിടെ പോയിട്ടില്ല. ഇനിയും കുറെ ദൂരം ഉണ്ട് അങ്ങോട്ട് എത്താനായിട്ട്. ഓക്കെ, അതായത് നമ്മൾ പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും അപ്പുറത്തുണ്ട് വേറെ. അത് പൊളിയാത്ത വീടാണ് തോന്നുന്നത്. അല്ല, അവിടെ എത്തിയില്ല. ഞാൻ അങ്ങോട്ട് എത്താൻ. അതായത് നമ്മൾ പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ആദ്യ വീടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയുമോ എന്നുള്ള ഒരു സാഹചര്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരോടാണ്. അവർ പറഞ്ഞത് ഇതിൻ്റെ അപ്പുറത്തും വീടുകളുണ്ട്. ഒരുപക്ഷെ ആ വീടുകൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം അവർക്കടക്കം ഉറപ്പില്ല. കാരണം അങ്ങോട്ട് ഇതുവരെയായും ആരും കടന്നു ചെന്നിട്ടില്ല. അത് നോക്കുക മാത്രമാണ് നമുക്ക് മുമ്പിലുള്ള ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ ഈ തകർന്നു കിടക്കുന്ന വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നാണ് എൻ്റെ ഒരു നോട്ടത്തിൽ മനസ്സിലാകുന്നത്. സ്വാഭാവികമായും സൈന്യത്തിന് അതെല്ലാം അതിജീവിച്ചുകൊണ്ട് കിടക്കും. കാരണം അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയും ഞാൻ ഒരു നോട്ടത്തിൽ കാണുന്നില്ല. വീടിന്റെ ഉള്ളിലേക്ക് വലിയ മരങ്ങളടക്കം വന്ന് അടിച്ച് കയറിയ ഒരു, സ്വാഭാവികമായി ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കടക്കാൻ കഴിയും എന്നുള്ളത് സ്വാഭാവികമായും അരുണെ ഈ ദൃശ്യങ്ങളൊന്ന് അരുണ് തരും. കാരണം ഈ ഒരു വീട് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിൽ തെരച്ചിൽ നടത്തണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എവിടെ എന്ത് സാറേ ഇൻഫർമേഷൻ എന്താ സാറേ? വനറാണി റിസോർട്ടിൽ 7 പേര്. നമ്മൾ പോകുന്ന വഴിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഉണ്ട് അരുണെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഉണ്ട്. വനറാണി റിസോർട്ടിൽ 7 പേർ കുടുങ്ങി കിടക്കുന്നുണ്ട്. മറ്റേ റിസോർട്ടിൽ 12. അതായത് 7ഉം 12ഉം, അതായത് മൊത്തം 19 ആളുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, 19 ആളുകൾ മുകളിലുള്ള വനറാണി എസ്റ്റേറ്റ് അല്ലേ? വനറാണി എസ്റ്റേറ്റിൽ 2 ഭാഗങ്ങളിലായിട്ട് റിസോർട്ടായി. ഓക്കെ, വനറാണി എസ്റ്റേറ്റിൽ രണ്ട് റിസോർട്ടുകളിലായി മൊത്തം 19 പേർ കുടുങ്ങിക്കിടപ്പുണ്ട്. അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിലേക്ക് നീങ്ങുകയാണ്. കാരണം ഇവിടെയുള്ള സെർച്ചിങ് ഓപ്പറേഷൻ സാധ്യമാകാത്തൊരു ഘട്ടമുണ്ട്. നമ്മൾ ഈ തകർന്നു നിൽക്കുന്ന വീട്. അപ്പോൾ ഇനി ഈ ഒരു മലയ്ക്ക് മുകളിലേക്ക് കടന്നുകൊണ്ട് ആ റിസോർട്ടിലേക്ക് എത്തുക, അവിടെ കുടുങ്ങിക്കിടക്കുന്ന 19 ആളുകളെ സുരക്ഷിതമായി താഴേക്ക് എത്തിക്കുക. കൃത്യമായ ഇൻഫർമേഷൻ സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ദുഷ്കരമായ ഒരു പാതയാണ്. ഏത് തരത്തിൽ അങ്ങോട്ട് എത്താൻ കഴിയുമെന്ന് അറിയില്ല. എങ്കിലും എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നമ്മളുടെ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വളരെ ദുർഘടമായ ഒരു പാതയിലൂടെ അവർ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തി അവിടെയുള്ള ആളുകളെ സുരക്ഷിതമാക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ലക്ഷ്യവും നമ്മളുടെ ഈ ഒരു സൈനിക വിഭാഗത്തിന് മുമ്പിലില്ല. നിരവധി ഉദ്യോഗസ്ഥരാണ് ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിക്കൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും 2 ഇടങ്ങളിലാണ് ഈ വനറാണി എസ്റ്റേറ്റിൽ 2 റിസോർട്ടുകളിലായി 19 ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു നിർണായകമായ ഇൻഫർമേഷനാണ് ഇപ്പോൾ സൈന്യം നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും അങ്ങോട്ട് ഉള്ള സൈന്യത്തിൻ്റെ രക്ഷാ ദൗത്യം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് നടന്നു പോകാൻ കഴിയുന്ന പാതകൾ അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിൽ അങ്ങോട്ടേക്ക് കടക്കാൻ കഴിയും, അത് റോപ്പടക്കം ബന്ധിപ്പിച്ചുകൊണ്ട് ആ ഒരു ദുരന്ത ഭൂമിയിലേക്ക് കടന്നു ചെല്ലുക. ആ വനറാണി റിസോർട്ടിലേക്കുള്ള പാത അത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. അരുണെ ഒന്ന് അവിടെ സ്റ്റേ ചെയ്തടാ. ആ ഓപ്പോസിറ്റ് അരുണെ ഒന്നവിടെ സ്റ്റേ ചെയ്തടാ. ആ നേരെ ഓപ്പോസിറ്റ് ആ ഒരു റോഡ് കൊടുത്തേ. റോഡ് അപ്പുറത്ത് അരുണെ ഇതാ കാണുന്ന റോഡ് അതായത് വനറാണി റിസോർട്ടിലേക്ക് പോകാനുള്ള റോഡാണ് ആ മുകളിൽ കാണുന്നത്. അതിന് താഴേക്കുള്ള മുഴുവൻ പാതയും ഇടിഞ്ഞ് താഴേക്ക് പോയി നശിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും അത് എങ്ങനെ അങ്ങോട്ട് എത്തപ്പെടുമെന്നുള്ള കാര്യം
എനിക്ക് നിന്ന് നോക്കിയിട്ട് കാണുന്നില്ല. പക്ഷേ സൈന്യം അവർ ആ ഒരു ഉള്ളിലേക്ക് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. ഈ പുഴയുടെ ഉള്ളിലേക്ക് ഇറങ്ങി അവർ റോപ്പ് കെട്ടി, ആദ്യം ഒരാൾ മുകളിലേക്ക് എത്തി, പിന്നീട് റോപ്പ് കെട്ടി സൗകര്യമൊരുക്കി മുകളിലേക്ക് കയറുക എന്നുള്ളതാണ് അവർ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നടുക്ക് കുത്തിയൊലിക്കുന്ന പുഴയുണ്ട്. അവർ നമ്മൾ എവിടം വരെ പോകണം, എവിടെ നമ്മൾ നിർത്തണമെന്ന് നമ്മളോട് സൈന്യം നമ്മൾ നിർത്തും. അവർ പറയാതെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ആ ഒരു മേഖലയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയില്ല. അവർ നമ്മളോട് സുരക്ഷിതമായി നിങ്ങളും കൂടെ വരാനുള്ള അവസരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ അവരെ അങ്ങോട്ട് ഫോളോ ചെയ്യും. അല്ലെങ്കിൽ ഇവർ നിർദ്ദേശം നൽകുന്ന അനുസരിച്ച് ഇവിടെ വെച്ച് അവസാനിക്കും. എന്തായാലും ഇപ്പോഴും നമ്മൾ ഇവരുടെ കൂട്ടത്തിൽ ആ ഒരു പുഴയുടെ താഴ്വാരത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് വേണം ഈ 19 പേർ കുടുങ്ങിക്കിടക്കുന്ന വനറാണി റിസോർട്ടിലേക്ക് എത്താൻ. ഇത് ഏതെങ്കിലും തരത്തിലുള്ള കൃത്യമായ ഒരു കൺഫർമേഷനുള്ള ഒരു ഇൻഫർമേഷനാണ് ഇപ്പോൾ സൈന്യം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ഒരു ഇൻഫർമേഷൻ നമ്മളുടെ 19 സഹോദരങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ ദുരന്തത്തിൽ അവർക്ക് പുറം ലോകത്തേക്ക് എത്താൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുക. അവർക്ക് ആവശ്യമായുള്ള ഭക്ഷണവും മറ്റ് സജ്ജീകരണങ്ങളും അവിടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. കാരണം ഇപ്പോൾ ഈ കാലാവസ്ഥ ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുക. കാരണം ഇനി അങ്ങനെയുള്ള മണിക്കൂറുകളിൽ വലിയ മഴ പെയ്താൽ ഈ ഒരു രക്ഷാദൗത്യത്തിന് വലിയ ദുഷ്കരമായ ഒരു സാഹചര്യം വന്നിട്ടും അത് ഉണ്ടാകരുത് എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ദൗത്യത്തിനൊപ്പം മുന്നോട്ട് പോകുന്നത്. കാരണം വലിയ ദുഷ്കരമായ ഒരു സാഹചര്യം വന്നു ചേരും, അത് ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു ദൗത്യത്തിനൊപ്പം മുന്നോട്ട് പോകുന്നത്. കാരണം അങ്ങോട്ട് കടന്നെത്തുക ദുഷ്കരമായ സാഹചര്യം തന്നെയാണ്. കാരണം ഏത് തരത്തിൽ ആ ഒരു പുഴയിലേക്ക് മുറിച്ചു കടക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ നോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴികളുണ്ടോ എന്നുള്ള ആലോചനയിലാണ് സൈന്യം. അവർക്ക് തന്നെ നടന്നു പോകാൻ വലിയ പ്രയാസമുണ്ട്. അരുൺ ആ സൈഡിൽ കൂടെ വാ. സുരക്ഷിതമായ പാത നമ്മൾക്ക് അവർ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഏറ്റവും സുരക്ഷിതമായ പാതയിൽ അരുണേ ഈ വഴിയെ വരാവുള്ളൂ എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ വലിയ ദുഷ്കരമായ സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ടാണ് സൈന്യം മുന്നോട്ട് പോകുന്നത്. ഉറപ്പുള്ള പാറകളിൽ മാത്രം ചവിട്ടി മുന്നോട്ട് പോകാൻ നമ്മളോടും അവർ നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഒരു വലിയ ദുഷ്കരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും റോപ്പ് കെട്ടിയോ മറ്റോ അങ്ങോട്ട് കയറാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമത്തിലാണ് സൈന്യമുള്ളത്. അവർ അതിനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തുക എന്നതിൽ കഴിഞ്ഞ മറ്റൊരു ലക്ഷ്യവും സൈന്യത്തിന് ഇല്ല. അവർ കടക്കാൻ കഴിയുന്ന പാതകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം 19 ആളുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. നമ്മൾക്ക് തീർച്ചയായും നമ്മൾക്ക് അവരുടെ ദൗത്യത്തിന് തടസ്സമാകാത്ത തരത്തിൽ ഇൻഫർമേഷൻ ചോദിക്കാൻ കഴിയുമെങ്കിൽ ഞാനിപ്പോൾ ഒരു പ്രതികരണം ലഭ്യമാക്കാം. അവർക്ക് ഒരു തരത്തിലും തടസ്സമാകുമെങ്കിൽ നമ്മൾ ആ പ്രതികരണം ഇപ്പോൾ എടുക്കുകയുമില്ല. എന്തായാലും ആ ഉദ്യോഗസ്ഥൻ ലീഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനോട് നമുക്ക് ചോദിക്കാം. സാർ, ഇപ്പോൾ നമ്മൾ ഏത് തരത്തിലാണ് സാർ അങ്ങോട്ട് കടക്കാൻ? നമ്മളിപ്പോൾ അവിടെ ഒരു ചെറിയ റോപ്പ് ഇട്ടിട്ട് നമ്മൾ കടക്കാനുള്ള പരിപാടിയാണ്. അവിടെ 19 ആൾ കുടുങ്ങി കിടക്കുകയാണ് 2 ദിവസമായിട്ട്. അപ്പോൾ ആ വനറാണി എസ്റ്റേറ്റ് അവർ ഏലാർ റിസോർട്ടിൽ ഇപ്പം നമ്മൾ 19 ആൾ അങ്ങോട്ട് പോയിട്ട് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമം നടത്താൻ പോവാണ്. നമ്മൾ പുഴ കടക്കുകയാണ്. കടന്നതിന് ശേഷം പറയാം ബാക്കി. തീർച്ചയായും അവർ ആ പുഴ കടക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടായിരിക്കുന്നു. അത് കടക്കാൻ കഴിഞ്ഞാൽ ബാക്കി ഏത് തരത്തിലാണ് എന്നുള്ള ഇൻഫർമേഷൻ നൽകാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മളുടെ സൈനിക ഉദ്യോഗസ്ഥൻ നൽകിക്കൊണ്ട് ഇരിക്കുന്നത്. വലിയ ഒരു ടീം, എല്ലാത്തിനും സജ്ജമായി വലിയൊരു ടീം ഈ ദുരന്തമുഖത്ത് നമുക്ക് ഒപ്പം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശ്വാസകരമായ സംഗതി. ഈ സൈന്യത്തിൻ്റെ ഈ ഒരു ഓപ്പറേഷൻ, അത് നമ്മൾ പല ഓപ്പറേഷനുകളും കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് സൈനികർ പോയാൽ നമുക്ക് ഹിമാചലിലും മറ്റും മണ്ണിടിച്ചിലും മറ്റും ഉണ്ടാകുന്ന സ്ഥലങ്ങളിലേക്കും മറ്റും സൈന്യം പോയത് വായിച്ചറിഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. നമ്മളുടെ കേരളത്തിലുണ്ടായ പല ദുരന്തമുഖങ്ങളും അവരുണ്ടായിട്ടുണ്ട്. പക്ഷേ ത്തോളം തീവ്രമായ രീതിയിലാണ് ഇവർ ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമാകുന്നത് എന്നുള്ളത് കാണാനും പകരങ്ങളിലേക്ക് എത്തിക്കേണ്ടതാണ്. അവർക്കാണ് ഈ ഒരു നാട്ടിലെ കൃത്യമായ വഴികൾ അറിയാവുന്നത്. അവരടക്കം ഉണ്ട്.
അവർ വഴി കാട്ടുന്നുണ്ട്. അവർക്ക് ഈ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഇപ്പോൾ അവർ റോപ്പ് എറിഞ്ഞുകൊണ്ട് അവിടെ വടം കെട്ടാനുള്ള ഒരു ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ ഉദ്യോഗസ്ഥർ ആ ഒരു ദൗത്യത്തിന്റെ ഭാഗമായി അവർ വളരെ സമഗ്രമായ ഒരു ദൗത്യത്തിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ ഉദ്യോഗസ്ഥർ ആ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി അവർ വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിലേക്ക് നീങ്ങുകയാണ്. വളരെ ശക്തമായ റോപ്പാണ്. ആ റോപ്പ് ബന്ധിച്ചുകൊണ്ട് അവർ അവിടെ ഒരു കമ്പെടുത്തിടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കമ്പിൽ കൂടുതൽ ദൃഢമായ രീതിയിൽ ഇവിടെ കിടന്ന കയറും മറ്റും ഉണ്ടായിരുന്നൊരു കമ്പെടുത്ത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കമ്പിൽ റോപ്പ് കെട്ടിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമമാണ് ഉണ്ടാകുന്നത്. നമ്മളിപ്പോഴും പറയുന്നു, നമ്മളോട് സുരക്ഷിതമായി പോകാൻ നിങ്ങൾക്കും വരാൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യം പറയാതല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഒരു റിസ്ക്കും എടുത്ത് ഈ ഒരു ഓപ്പറേഷനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഓപ്പറേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. അവർ നമ്മൾക്കും സുരക്ഷിതമായി കടന്നു പോകാം എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ തുടർന്ന് അങ്ങോട്ടുള്ള വഴികളിൽ ഉണ്ടാവുകയുള്ളൂ. ഏതായാലും വലിയ പ്രയാസത്തിൽ പ്രതിസന്ധികളിലൂടെയാണ് ഇവർ ഈ ഒരു ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത്. അവർക്ക് ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഇല്ല. നമ്മളുടെ ക്യാമറാമാൻ അരുൺ കൂടി അവരുടെ കൂട്ടത്തിൽ ആ റോപ്പിൻ്റെ അടക്കം ഉള്ള കൂട്ടത്തിൽ ആ കയറിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മളുടെ ഗോകുലുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ എല്ലാ സഹായങ്ങളുമായി. അങ്ങനെ ആ ഉദ്യോഗസ്ഥ സംഘത്തിനൊപ്പം മുന്നോട്ട് നീങ്ങാനുള്ള ശ്രമം നമ്മൾ അവർ പറയുന്ന ഭാഗം വരെ നമ്മളും പോകും. സുരക്ഷിതമായി നിങ്ങൾക്ക് ഇവിടം വരെയാണെങ്കിൽ ഇവിടം വരെ, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളുടെ ക്യാമറാമാൻ്റെ അടക്കം വലിയ കല്ലുകളുള്ളതിനാൽ നമ്മളുടെ എല്ലാം കാലുകളിലെല്ലാം ചെറിയ രീതിയിൽ മുറിവേറ്റുണ്ട്. തൽക്കാലത്തേക്ക് ഞാൻ അരുൺ അങ്ങോട്ട് ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ വലിയ ദുഷ്കരമായ ദൗത്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വളരെ ശ്രമകരമായി അവർ ആ ദൗത്യത്തിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏതായാലും നമുക്ക് സുരക്ഷിതമായി മാത്രം ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇറങ്ങാം. ആസിഫ് വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് ശ്വാസം എടുക്കൂ. കാരണം ഒരുപാട് സമയമായിട്ട് ആസിഫ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഈ ദുർഘടമായ പാത കയറി ഇറങ്ങുകയാണ് ആസിഫ്. ഈ ദൃശ്യങ്ങൾ നോക്കി കുറച്ച് സമയം ഞാൻ ബ്രീഫ് ചെയ്യാം, അതിനുശേഷം ആസിഫിലേക്ക് വരാം. സുരക്ഷിതനായിട്ട് ആസിഫ് മുന്നോട്ട് പോവുക. ആസിഫിനൊപ്പം നമ്മുടെ ക്യാമറ പേഴ്സൺ അരുണുണ്ട്, ഡ്രൈവർ ഗോകുലുണ്ട്. ഇവരെല്ലാം സൈന്യത്തിനൊപ്പം തന്നെ ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രഭവ കേന്ദ്രത്തിലേക്ക് എത്തുകയാണ്. അവിടുത്തെ ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളത്തിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ആസിഫ്, ഞങ്ങളുടെ റിപ്പോർട്ടർ ആസിഫും ഒപ്പം ക്യാമറ പേഴ്സൺ അരുൺ, ഗോകുൽ എന്നിവരാണ് രക്ഷാ സൈന്യത്തിനൊപ്പം തന്നെ ഈ പ്രദേശത്തേക്ക് പോകുന്നത്. ഏറ്റവും നിർണായകമായ ഒരു വിവരം നമുക്ക് ഈ മണിക്കൂറിൽ പുറത്തുവിടുന്നത് സൈന്യത്തിന്റെ വാക്കുകൾ അനുസരിച്ച് വനറാണി എസ്റ്റേറ്റിൽ 19 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളൊരു വിവരമാണ്. ഇവരെ പുറത്തെത്തിക്കാനുള്ള ദൗത്യത്തിനാണ് സൈന്യം ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഭയാനകമായ ഒരു ഉരുൾപൊട്ടൽ, ഒരു ദുരന്തമാണ് അവിടെ ഉണ്ടായത് എന്ന്. ഇന്നലെ വരെ, കഴിഞ്ഞ ദിവസം വരെ, അതായത് ഇന്നലേക്ക് തലേ ദിവസം വരെ ഈ പ്രദേശത്ത് വീടുകളുണ്ടായിരുന്നു, ഈ പ്രദേശത്ത് സ്കൂളുകൾ ഉണ്ടായിരുന്നിരിക്കാം, ഈ പ്രദേശത്ത് ആശുപത്രികൾ ഉണ്ടായിരുന്നിരിക്കാം, ഈ പ്രദേശത്ത് ആരാധനാലയങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് അവിടെ ഒന്നുമില്ല. മനുഷ്യൻ മണ്ണിനടിയിൽപ്പെട്ടു പോയ ഒരു സ്ഥലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂറ്റൻ പാറക്കല്ലുകളും കടപുഴകി എത്തിയ കൂറ്റൻ വൻ മരങ്ങളും മണ്ണും ചെളിയും അങ്ങനെ കുത്തി ഒലിച്ചെത്തിയ ഒരു പ്രദേശത്തെ ഇല്ലാതാക്കിയ പ്രദേശം. അവിടുത്തെ തത്സമയ ദൃശ്യങ്ങൾ, ആ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.